തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ജെറമയ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായം 11 വാക്യത്തിലൂടെ ദൈവം നമ്മോട് ഇങ്ങനെ സംസാരിക്കുന്നു. എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഈ വചനം ധ്യാനിക്കുന്നത് എപ്പോഴും നല്ലതാണ്. എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന പദ്ധതി എന്താണെന്ന് എന്നതിനേക്കാൾ ഉപരി ദൈവം നമ്മളിലൂടെ ഓരോ ദിവസവും ഓരോ നിമിഷവും ചെയ്തു തീർക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തം, ദൗത്യം എന്താണെന്നുള്ള കൃത്യമായ ബോധ്യവും ദൈവത്തിന് ഉണ്ട് എന്നുള്ളതാണ് ആ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉദാഹരണത്തിന് നമുക്കറിയാം, ഓരോ ദിവസവും നമ്മുടെ ജീവിതം നമ്മൾ പ്ലാൻ ചെയ്താണ് നമ്മുടെ മുറിയിൽ നിന്ന്, കിടപ്പറയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇന്നലെ ചെയ്തു തീർത്തതിൻ്റെ ബാക്കി മുഴുവനാക്കാനുള്ളതുണ്ട്. നമ്മൾ കണ്ട സ്വപ്നത്തിനനുസരിച്ച് ചിലത് ചെയ്തു തീർക്കാനുള്ള പദ്ധതികൾ നമ്മൾ ഇട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ ദിവസത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മളൊന്ന് കടന്നു ചെന്ന് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കുണ്ടാകുന്നത് ചെറിയൊരു ദുഃഖമാണ്, നിരാശയാണ്. ഒരു സംതൃപ്തിയില്ലാത്തൊരവസ്ഥയിലൂടെ നമ്മൾ കിടപ്പറയിൽ കിടന്നുറങ്ങാനായി കിടന്നുറങ്ങുന്നു. ഇതിനൊരു കാരണം ഇത് തന്നെയാണ്. ദൈവത്തിൻ്റെ പദ്ധതികൾക്കനുസരിച്ച് സഹകരിക്കാതെ പോയത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഓരോ എഞ്ചിനീയറും ഓരോ ടെക്നീഷ്യനും ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു എൻജിൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് കൃത്യമായ അറിവുണ്ട്. അത് എത്ര കാലം അത് പ്രവർത്തിക്കാൻ സാധിക്കും, എത്രമാത്രം വോൾട്ടേജിലെ കറണ്ടാണ് അതിലൂടെ കടത്തിവിടുന്നത്, ആ മെഷീൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെ ഉപയോഗിക്കണമെന്നൊക്കെ. പലപ്പോഴും സംഭവിക്കുന്ന ഇതാണ്, നമ്മൾ കൂടുതൽ ഇലക്ട്രിസിറ്റി ആ എൻജിനിലൂടെ കടത്തിവിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കോയിൽ കത്താം. എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ആ മെഷീൻ തന്നെ, എൻജിൻ തന്നെ പൂർണ്ണമായി കത്തി നശിച്ചേക്കാം. ഇതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും. ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. സോക്രാറ്റസ് പറയുന്നുണ്ട്, മാൻ നോ ദൈസെൽഫ്. ഈ ദൈസെൽഫ് എന്ന് പറയുന്നത്, സ്വയം അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ അറിയുക, അല്ല ദൈവത്തോട് ചേർന്ന് നമ്മെ തന്നെ സ്വയം അറിയുക എന്നുള്ളതാണ്. നമ്മെ അറിയണമെങ്കിൽ നാം ദൈവത്തെ അറിയണം, ദൈവത്തോട് നമ്മെ ചേർത്ത് വയ്ക്കണം. അപ്പോഴാണ് ഉള്ളിലുള്ളതെല്ലാം നമുക്ക് കൃത്യമായ നമ്മളെക്കുറിച്ചുള്ള ധാരണ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അപ്പോൾ നമുക്ക് പരാജയങ്ങൾ സംഭവിക്കില്ല. ദൈവത്തിൻ്റെ പദ്ധതിക്ക് സഹകരിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മളുടെ ചിന്തകളെ നമുക്ക് ഉപേക്ഷിക്കാം. നമ്മുടെ ബുദ്ധിയിലും അറിവിലും കഴിവിലും ശക്തിയിലും പരിശ്രമങ്ങളിലും ഒതുങ്ങി നിൽക്കാതെ
ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ പദ്ധതിയിലൂടെ കടന്നു പോകാൻ അവൻ്റെ വഴിയിൽ നിൽക്കുക. അവൻ നമ്മെ കൊണ്ടുപോകും. അതായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. അതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിന് സംതൃപ്തി നൽകാൻ സാധിക്കുള്ളൂ. ആ ജീവിതം നമുക്ക് ചുറ്റുപാടുള്ള എല്ലാവർക്കും, ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ഉള്ള എല്ലാവർക്കും, എല്ലാ ജീവജാലങ്ങൾക്കും ഒരു പോസിറ്റീവ് എനർജി നൽകും. അതിന് നമ്മെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.